നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആക്കി കിടക്കുന്ന റൂമും അതിന്റെ വൃത്തിയും കാലത്തൊഴുത്തേ ഇതിനേക്കാളും ഭേദമാ. പിന്നെ ഫുഡിന്റെ കാര്യം അത് പറയാതിരിക്കുന്നതാ നല്ലത്. നമ്മുടെ അകിക്ക് കൊടുത്തതേ കഞ്ഞിയും പയറും ചമ്മന്തിയും ചുട്ട പപ്പടമൊക്കെയാ. ഇതൊക്കെ അവൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു ആവോ. പിന്നെ പനി പിടിച്ചിരിക്കുന്നവർക്ക് കഞ്ഞിയും ചമ്മന്തിയും തന്നെയല്ലേ കൊടുക്കേണ്ടേ? പനിയെന്നും പറഞ്ഞ് സദാസമയവും കഞ്ഞി കുടിച്ചാലേ ഒടുവിൽ എഴുന്നേറ്റ് നടക്കില്ല. ആ അതൊരു പുതിയ അറിവാണല്ലോ. വെറുതെ ഐശ്വര്യ കുറ്റം പറയാൻ നിൽക്കണ്ട. എല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇവിടെ ഈ വീട്ടിൽ നിന്നും യാതൊരു കാരണവും ഇല്ലാതെ ഞാൻ ശ്യാമയെ ആട്ടിപ്പുറത്താക്കി അല്ലേ? അതാണല്ലോ നിങ്ങളുടെയൊക്കെ പരാതി. എന്നാലേ നമ്മുടെ ഈ കുടുംബം തകർക്കാൻ നടക്കുന്ന അവളെ ഞാൻ അവിടെ വെച്ച് കണ്ടു. ശ്യാമ ഇപ്പോഴും അവളുമായിട്ട് നല്ല അടുപ്പത്തില്. ഞാൻ മാത്രമല്ല, ദേ അമൃതയും ഐശ്വര്യയും അവളെ ആ വീട്ടിൽ വെച്ച് കണ്ടതാ. എന്റെ കുടുംബം തകർക്കാൻ നടക്കുന്ന അശ്വതിയെ. അമ്മ പറയുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവളെ എനിക്കൊന്ന് കാട്ടി തന്നാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അവളെ ഇന്ന് ഞാൻ കണ്ടു. ഇനി അവളെ കാണുന്ന ആ നിമിഷം ഞാൻ അരുണിനെ അറിയിച്ചിരിക്കും, ഉറപ്പ്. ഐശ്വര്യ, ഇവിടെ ഇപ്പോ അതല്ലല്ലോ വിഷയം. അക്കിക്ക് സുഖമില്ലാത്തല്ലേ? പനി കുറവുണ്ടോ? ഹോസ്പിറ്റലിൽ പോയോ? അതറിയാനാ ഞങ്ങളല്ല അവിടെ നിൽക്കുന്നേ. ഞങ്ങളല്ല, ഏട്ടൻ. ഏട്ടൻ വെറുതെ വിഷയം മാറ്റാൻ നിൽക്കണ്ട. ഞാൻ അവളെ ഇവിടെ ചിലരുടെ ജീവിതം തകർക്കാൻ നോക്കുന്ന അവളെ കണ്ടെത്തുന്ന അന്ന് എനിക്ക് ഏട്ടനോടും ചെയ്ത് പറയാനുണ്ട്. നിങ്ങൾ അതും ഇതും പറഞ്ഞ സമയം കളയാതെ ഇപ്പൊ അകിക്ക് എങ്ങനെയുണ്ട് അത് പറ. ഈ വീട്ടിൽ എന്റെ അടുത്തെത്തിയാൽ എന്റെ അഖിയുടെ അസുഖം എല്ലാം മാറും. അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ അവനെ കൂട്ടിക്കൊണ്ടുവരാമായിരുന്നില്ലേ? അതെങ്ങനെയാ? അവൾ അവനെ പിടിച്ചടക്കി വെച്ചിരിക്കുകയല്ലേ. അപ്പൊ അവളെ കൊണ്ട് വരാമായിരുന്നില്ലേ? കാര്യങ്ങളുടെ ഗൗരവം എന്താന്ന് ശരിക്കറിയാവുന്ന ആനന്ദേട്ടനാണോ ഇത് പറയുന്നേ? അവിടെ നമ്മുടെ അകീശാണ്, ഇവിടെ നമ്മളെല്ലാവരും ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ എത്ര ദിവസമായി വേദനിക്കുന്നു. ഇനിയെങ്കിലും എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിനെന്താ വേണ്ടത്? അത് തീരുമാനിക്കേണ്ടത് താനാണ്. ഓർത്തോ? എന്താ, നീയും അവരോടൊപ്പം പോകുന്നില്ലേ? കേട്ടില്ലേ? ഇപ്പൊ എല്ലാത്തിനും തെറ്റുകാരി ഞാനാ, ഞാൻ മാത്രം. ഒന്ന് മാത്രം ഞാൻ പറയാമേ, അമ്മ ചെയ്തതാ ശരി. എന്ത് വന്നാലും എന്നും എപ്പോഴും ഞാൻ അമ്മയ്ക്കൊപ്പം തന്നെ ഉണ്ടാവും, ഉറപ്പ്. നീ എന്റെ വയറ്റിൽ പിറന്നിട്ടില്ലെന്നേ ഉള്ളൂ. ശരിക്കും നീയാ എന്റെ മോള്. അപ്പൊ ഇതാണല്ലേ പരിപാടി. എന്റെ ശ്യാമച്ചയുടെ ക്ലാസ് വിളിക്കാനാണ് നോക്കുന്നല്ലേ? അത്രയ്ക്കായോ? ഇന്ന് ജയന്തി ഏട്ടത്തി അനുഭവിക്കാൻ പോകുന്ന
കാണിച്ചു തരാം. എടി പാട്ടുകാരി ശ്യാമേ, ഇന്ന് ഇന്ന് ഞാൻ തീർത്ത് തരാടി നിന്റെ ഒരു ശരീരമപ്പ. എടി ശ്യാമേ, ദാ പിടിച്ചോ. ദേ ഇപ്പൊ തീർത്ത് തരാം. എല്ലാം പറയാം. ചിരിച്ചിരിച്ച് വയ്യ. ആ, അപ്പൊ കാര്യം പറ നീ. അപ്പൊ നീ കാര്യം എന്താന്ന് പറ. എന്റെ ചേച്ചിയുടെ ക്ലാസ് കൊടുക്കുന്നത് ഈ ഏട്ടത്തിയാ. ചേച്ചി പുകയ്ക്കുന്നതാ. ഞാൻ കാണിച്ചു തരാം. ദാ അവിടെ കണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.